പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതിനിടെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്ക് മറ്റൊരു വലിയ തിരിച്ചടി കൂടി നേരിടേണ്ടി വന്നു. പാർട്ടിയുടെ പശ്ചിമബംഗാൾ സംസ്ഥാന അധ്യക്ഷയായിരുന്ന ചന്ദ്രിമ ഭട്ടാചാര്യ എല്ലാ സംഘടനാ പദവികളിൽ നിന്നുമുള്ള രാജി പ്രഖ്യാപിച്ചതോടെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സംഘടനയെ പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംസ്ഥാന അധ്യക്ഷയുടെ രാജി പുറത്തുവന്നത്. ഇത് പാർട്ടി നേതൃത്വത്തിനും പ്രത്യേകിച്ച് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിക്കും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായാണ് വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് പാർട്ടിയുടെ പ്രവർത്തന രീതി സമഗ്രമായി വിലയിരുത്തണമെന്നാവശ്യപ്പെട്ട് മമതാ ബാനർജി ജൂൺ 3 സംസ്ഥാനത്തെ എല്ലാ പാർട്ടി കമ്മിറ്റികളും പിരിച്ചുവിടുകയും പുതിയ നേതൃത്വത്തെ കൊണ്ടുവന്ന് സംഘടനയ്ക്ക് പുതുജീവൻ നൽകാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ദീർഘകാലം സംസ്ഥാന അധ്യക്ഷയായിരുന്ന സുബ്രത ബക്ഷിക്ക് പകരം വിശ്വസ്ത നേതാവായ ചന്ദ്രിമ ഭട്ടാചാര്യയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചത്. പാർട്ടിയെ വീണ്ടും ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് അന്ന് ചന്ദ്രിമയ്ക്ക് കൈമാറിയത്. എന്നാൽ അധികം വൈകാതെ തന്നെ ചന്ദ്രിമ ഭട്ടാചാര്യയുടെ രാജി പാർട്ടിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കി. രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പശ്ചിമബംഗാൾ നിയമസഭാ മന്ദിരത്തിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത നേതാക്കളുമായി അവർ കൂടിക്കാഴ്ച നടത്തിയതും രാഷ്ട്രീയ ചർച്ചകൾക്ക് ആക്കം കൂട്ടി. പാർട്ടിക്കുള്ളിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നുവെന്ന സൂചനയായി ഈ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. പശ്ചിമബംഗാൾ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ചന്ദ്രിമ ഭട്ടാചാര്യ വർഷങ്ങളായി മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. പാർട്ടിയുടെ സുപ്രധാന തീരുമാനങ്ങളിൽ പങ്കാളിയായിരുന്ന അവർ സംഘടനയിലെ ശക്തമായ നേതാവെന്ന നിലയിലും ശ്രദ്ധേയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ രാജി തൃണമൂൽ കോൺഗ്രസിന്റെ ആഭ്യന്തര ഐക്യത്തിന് വലിയ തിരിച്ചടിയാണെന്നാണ് രാഷ്ട്രീയമായി വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥത കൂടുതൽ ശക്തമായിരുന്നു. പാർട്ടിയിലെ 80 MLA-മാരിൽ ഭൂരിഭാഗവും മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഗ്രൂപ്പ് രൂപീകരിച്ചതോടെ മമതാ ബാനർജിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇതിനു പുറമെ പാർട്ടിയിലെ 20 ലോക്സഭാംഗങ്ങൾ NCP-ആയി പാർട്ടിയിൽ ലയിക്കുകയും തുടർന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതും തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി. ഇതിനിടെ പാർട്ടിക്കുള്ളിലെ കലാപത്തിനും നേതാക്കളുടെ രാജിക്കും പിന്നാലെ മമതാ ബാനർജി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ വിജയിക്കില്ലെന്നും അതിന് തന്റെ ജീവൻ തന്നെ എടുക്കേണ്ടി വരുമെന്നും അവർ പറഞ്ഞു. പാർട്ടി വിട്ട് വിമതരോടൊപ്പം ചേർന്ന നേതാക്കളെ രാജ്യദ്രോഹികളെന്ന് വിശേഷിപ്പിച്ച മമത തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നവും രാഷ്ട്രീയ പാരമ്പര്യവും യഥാർത്ഥ വിശ്വസ്തരോടൊപ്പമായിരിക്കുമെന്നും വ്യക്തമാക്കി. പാർട്ടിയുടെ ചിഹ്നം എവിടെയും പോകില്ല. എന്നെ രാഷ്ട്രീയമായി തടയണമെങ്കിൽ ആദ്യം എന്റെ ജീവൻ എടുക്കേണ്ടി വരും. ചന്ദ്രിമ ഭട്ടാചാര്യ രാജിവെച്ചു. അവരെ തീരുമാനം മുൻകൂട്ടി എന്നെ അറിയിച്ചിരുന്നു. രാജിവെക്കുമെന്ന കാര്യം തുറന്നു പറഞ്ഞിരുന്നു. അവരുടെ മകൻ തൃണമൂൽ വിരുദ്ധ ഗ്രൂപ്പിനൊപ്പം ചേർന്നതിനെ തുടർന്നാണ് അവർ ഈ തീരുമാനമെടുത്തത്. അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അവർക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഞാൻ വിമതരുമായി കൈകോർക്കില്ല. BJP-യുടെ മുന്നിൽ ഞാൻ ഒരിക്കലും തലകുനിക്കില്ല. ഭീഷണികളോ സമ്മർദ്ദങ്ങളോ ഉപയോഗിച്ച് തൃണമൂൽ കോൺഗ്രസിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. മമതാ ബാനർജി പറഞ്ഞത് ഇങ്ങനെയാണ്. തുടർന്ന് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദത്തിലും അവർ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് ഓഫീസിൽ പ്രവേശിച്ച് പൂട്ടിട്ടവരെ വിമർശിച്ച മമത ആ ഓഫീസ് നിയമാനുസൃതമായി വാടകയ്ക്ക് എടുത്തതാണെന്നും 2027 ഒക്ടോബർ വരെ സാധുവായ പാട്ടകരാർ നിലവിലുണ്ടെന്നും വ്യക്തമാക്കി. നിയമപരമായ അവകാശമുള്ള പാർട്ടി ഓഫീസ് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അമ്മയുടെയും മണ്ണിന്റെയും ജനങ്ങളുടെയും അവകാശങ്ങളെ സംരക്ഷിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ആ പാരമ്പര്യവും പാർട്ടിയുടെ സ്വത്തുക്കളും ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ പിടിച്ചെടുക്കാൻ ആരെയും അനുവദിക്കില്ല. ജനങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് തന്നെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് പാർട്ടി മുന്നോട്ട് പോകും. ചന്ദ്രിമ ഭട്ടാചാര്യയുടെ രാജിയും വിമത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും പാർട്ടിക്കുള്ളിലെ MLA-മാരുടെയും MP-മാരുടെയും പിളർപ്പും അതിന് പിന്നാലെയുള്ള മമതാ ബാനർജിയുടെ കടുത്ത പ്രതികരണവും ചേർന്ന് പശ്ചിമബംഗാളിലെ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംഘടനാ ഘടനയിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഈ സംഭവ വികാസങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.